ഞാൻ പഠിക്കുന്ന സമയത്ത് എക്സാംസ് എഴുതുമ്പോൾ എനിക്കതിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാനും ഒരുപാട് മാർക്ക് കൂടുതൽ ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? അതിൽ എഴുതേണ്ട കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങൾ വായിക്കും അല്ലേ? ഈ സെയിം സാധനം നിങ്ങൾ ചെയ്യേണ്ടത്, പക്ഷേ ഒരൊറ്റ കാര്യങ്ങളുടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യണം. അതായത് ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ 4 കാറ്റഗറി ആക്കണം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കിയാലും എനിക്ക് ആൻസർ കിട്ടും, എന്തായാലും ആൻസർ കിട്ടും, അത്ര ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ജസ്റ്റ് എ എന്ന് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഒന്നിരുന്ന് ആലോചിച്ചാൽ കിട്ടുന്നൊരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് ഇട്ടേക്കാം. നിങ്ങൾക്ക് തീരെ അറിയില്ല പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സി എന്ന് ഇട്ടേക്കാം. ഇനി ആ തലകൊത്തി മറിഞ്ഞാലും കിട്ടുന്ന ഒന്നൊരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഡി എന്ന് ഇട്ടേക്കാം. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ എന്താക്കണം? എ ബി സി ഡി എന്നുള്ള കാറ്റഗറി ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എ കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിരിക്കണം, പിന്നെ എഴുതേണ്ടത് ബി കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, പിന്നെ എഴുതേണ്ടത് സി കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, പിന്നെ എഴുതേണ്ടത് ഡി കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നത് പറയാൻ കാരണം വെച്ചാൽ ഇത് നിങ്ങൾ കറക്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്ന ഒരാൾ അത് വായിക്കുന്ന സമയത്ത് ഓക്കെ ഇതിന് ആൻസേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു ആൻസേഴ്സ് ആണല്ലോ, ഓക്കെ നല്ല പഠിക്കുന്ന കുട്ടികളുടെ മെൻറ്റാലിറ്റി വരും. കാരണം നിങ്ങൾ സ്കൂളിൽ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് നിങ്ങൾ അറിയാം ഇത് ആരാണ് ആളെന്നുള്ളത്. ഓക്കെ വിവേകാണ്, ഓക്കെ വിവേകിന് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ എനിക്ക് നല്ല കാര്യങ്ങൾ എന്താ വെച്ചിട്ട് ആ ഒരു കോമണിലായിരിക്കും ഉണ്ടാക്കുക, ആൾ മാർക്ക് ഇട്ടുകൊടുക്കുക. പക്ഷേ നിങ്ങളെ മെയിൻ എക്സാമിന് ഈ പേപ്പർ നോക്കുന്നത് നിങ്ങളെ തീരെ അറിയാത്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ പറ്റിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത് നിങ്ങൾ ആദ്യം എഴുതുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിനനുസരിച്ചിട്ടാണ്. ആ ആൻസേഴ്സ് ഏറ്റവും ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് കിട്ടും? മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നിങ്ങളെ ടൈമും സേവ് ചെയ്യാൻ നിങ്ങൾ എന്താക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.